ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏട്ടന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 എപ്പോഴാണ് എഴുന്നേറ്റ്. ഇന്നലെയും ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഈ ആഴ്ച കംപ്ലീറ്റ് ഏട്ടന് നൈറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ എന്തോ ബിൽഡിങ് വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് കഴിഞ്ഞ ദിവസം മുതൽ ഇച്ചിരി ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ വാങ്ങി വിളിക്കണ ഒച്ചയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമായിരിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയില്ലേ, അപ്പം അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞു വന്നേ, നമ്മൾ കുറച്ച് ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് ഇപ്പം ഇന്നലെയും സ്മൂത്തി ആയിരുന്നു, ഇന്നും സ്മൂത്തിയാണ്. അപ്പം പക്ഷേ സ്മൂത്തിയൊക്കെ ആണെങ്കിൽ തന്നെ രാവിലെ തന്നെ എനിക്കൊരു കാപ്പി കുടിക്കണം. ഞാൻ കുറേ നാൾ മുന്നേ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആവാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഉലുവേൻ്റെ വെള്ളം, ജീരക വെള്ളം ഒക്കെ രാവിലെ കുടിക്കേണ്ടായിരുന്നില്ലേ. കഴിഞ്ഞു. എൻ്റെ അഴിഞ്ഞാട്ടം കുറച്ച് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആവേശം, ആ ഒരു തുടക്കത്തിൽ ആവേശം എന്ന് പറയില്ലേ, പുത്തനച്ചി പെരപ്പുറം തൂക്കുമെന്ന് പറയണ പോലെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കരമായിരുന്നു. ഏട്ടനാണെങ്കിലും ഏട്ടൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സാധാ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ AC ഇട്ടേക്കണോണ്ട് ആ വെള്ളത്തിന് തണുപ്പുണ്ടോ. അപ്പം അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പറ്റില്ലടാ, നമ്മൾ വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടനമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ആ തുടക്കത്തിൻ്റെ ആവേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എഴുന്നേറ്റ് ഇത് കാപ്പിയിട്ട് കുടിക്കാൻ പോകാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. ഈ ഉലുവയുടെ വെള്ളം പറഞ്ഞില്ലേ, അത് കണക്കൊക്കെ തന്നെ ആയിരിക്കും ഈ സ്മൂത്തിയും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെയും ഒരു ഹെൽത്ത് ആവണം എന്നൊക്കെ പറഞ്ഞ് വയറൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്താ ഞാൻ ആലോചിക്കണം, ഈശ്വര, കണ്ണൊക്കെ മേലോട്ട് നോക്കി ഒരു മാതിരിയാണല്ലോ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ സ്മൂത്തിൻ്റെയും പ്രകടനം കഴിയുന്നതായിരിക്കും. ഓരോ സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മറ്റേ സെക്കൻഡ് സ്റ്റഡ് കുത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാനും ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സൊക്കെ കൂടെ പോയിട്ട് ഞങ്ങൾ നമ്മുടെ അങ്കമാലിയിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിൽ പോയിട്ട് നമ്മൾ കാത് കുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സെക്കൻഡ് സ്റ്റഡ് മാത്രമേ കുത്തിയുള്ളൂ. ഞാനാണെങ്കിൽ വിജലംബിച്ച് അങ്ങോട്ട് സെക്കൻഡ് സ്റ്റഡും കുത്തി, തേർഡ് സ്റ്റഡും കുത്തി. എനിക്ക് പിന്നെ എൻ്റെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ നേച്ചർ ആയിരിക്കില്ല, എനിക്കങ്ങനെ പഴുക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും കുത്തി. എന്നിട്ട് കൂടിപ്പോയി എനിക്ക് തോന്നുന്നത് 1-2 മാസം ഞാൻ ഇട്ടു. അതിൻ്റെ ആ ഒരു ആവേശം തീർന്നു കഴിഞ്ഞപ്പം ഞാൻ നിർത്തിയ പരിപാടി. ഇപ്പോഴും ചെവിയിൽ അവിടെ ഇങ്ങനെ ചെറിയ പാടുണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ഒരു വൃത്തികേട് സ്വഭാവമാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ചാടി പിടിച്ച് അങ്ങോട്ട് ചെയ്യും. അതിൻ്റെ ആവേശം തീർന്നു കഴിയുമ്പം ആ പരിപാടി അങ്ങ് നിർത്തും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സ്മൂത്തി. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രോബെറീൻ്റെ സ്മൂത്തി ആയിരുന്നു. ഇപ്പം നമ്മൾ ഇവിടുത്തെ മാങ്ങ എനിക്ക് സാധാരണ ഇവിടെ നല്ല കിട്ടാറില്ല, പക്ഷേ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല മധുരമുള്ള നല്ല അടിപൊളി മാങ്ങയാണ്. അപ്പം നമ്മൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മാങ്ങയും വെച്ചിട്ട് ഇന്ന് സ്മൂത്തി അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ സ്ട്രോബെറി പുളിയാണെന്ന് കേട്ടുകൊണ്ടിരുന്നിട്ട് ഈ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും സംഭവങ്ങൾ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ വാങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ സ്ട്രോബെറി തനിയെ കഴിച്ചു നോക്കണേ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഭാര്യേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് സഹായിക്കുന്നതാണ്. അതെനിക്ക് പക്ഷേ ഇരട്ടിപ്പണിയും. അതിനിടയ്ക്ക് ഞങ്ങൾ എന്തോ തല്ലും കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് എൻ്റെ മുഖഭാവമൊക്കെ അങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഞാൻ കുറച്ചിരം കഴിഞ്ഞപ്പോൾ അതിനെ പറഞ്ഞു വിട്ട്. ഞാൻ പിന്നെ ഓട്സ് ഇങ്ങനെ പാലിലൊന്ന് കുറുക്കിയെടുക്കാറുണ്ട് കേട്ടോ. കാരണം ഇത് റോസ്റ്റഡ് ഓട്സ് ആണോ എങ്ങനെ സംഭവം ഒന്നും അതിൽ എഴുതാത്തത് കൊണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പാല് ചൂടാക്കിയിട്ട് മിക്സിയിലേക്ക് പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓട്സ് ഇടാറുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഇടുമ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും ഇതുപോലെ പാല് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഓട്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമ്മൾ കുറുക്കൂലേ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്നെടുത്ത ഓട്സ് നല്ലപോലെ കൂടിപ്പോയതുകൊണ്ട് നമ്മളുടെ ബൗളിലായിട്ടാണ് നമ്മൾ കഴിക്കുക. ആ ബൗൾ നിറഞ്ഞ് തുളുമ്പി ഇരിക്കണമായിരുന്നു. നല്ലോണം ഇന്ന് കൂടിപ്പോയി. എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ശരിക്കും നമ്മളുടെ നാടൻ ഭക്ഷണം തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇച്ചിരി രാവിലത്തെ ഭക്ഷണമെങ്കിലും കുറച്ച് കുറയണമെങ്കിൽ കുറയട്ടെ എന്നുള്ളൊരു കണ്ട ഞാൻ വഴക്കിട്ടിട്ട് അതിന് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ കുറയണമെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സ്മൂത്തി ആക്കാമെന്ന് വിചാരിക്കണേ. ചിലപ്പോൾ ഒരാഴ്ച കഴിക്കും, പിന്നെ നിൽക്കും. അപ്പം നമ്മൾ വലിയ മാങ്ങയായിരുന്നു കേട്ടോ, നല്ല മധുരമുണ്ട്. ഇത് ഈജിപ്തോ അങ്ങനെ എന്തോ എവിടത്തേക്കുള്ള മാങ്ങ എന്തോ ആണ്, ഞാൻ പേരൊക്കെ മറന്നുപോയി. പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് എപ്പോഴും പഴുത്ത മാങ്ങ കാണാറുണ്ട്. പക്ഷെ ആ മാങ്ങയ്ക്കൊക്കെ പുളി ഉണ്ടാവാറുണ്ട്.
അപ്പം ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ നമ്മൾ വാങ്ങിച്ചുള്ളൂ. പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 തവണ ഞാൻ വാങ്ങിച്ചു മാങ്ങ. നല്ല അടിപൊളിയായിട്ട് നല്ല മധുരമുണ്ട് മാങ്ങ, ഒട്ടും പുളിയൊന്നും ഇല്ലാണ്ട് നല്ല മധുരമുണ്ട് മാങ്ങയ്ക്ക്. പിന്നെ രാത്രിയിൽ നമ്മൾ സാധാരണ ഇപ്പം കുറച്ച് ദിവസമായിട്ട് സാലഡാണ്, ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ സാലഡ് വേണോ. പിന്നെ നമ്മൾ ഗോതമ്പിൻ്റെ പൊടി നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറുപയറും കൂടെ ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പോകാണ്ട്. ഇവിടെ മറ്റേ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുക ചെയ്തത്. കാരണം നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ 5 കിലോത്തിൻ്റെയും പിന്നെ ഉള്ളത് 25 കിലോൻ്റെയാണ്. 5 കിലോൻ്റെ തന്നെ ഗോതമ്പ് പൊടി മേടിച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാൻ, ആ കൂടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് ഒരു 2 കിലോൻ്റെ ആശീർവാദമല്ല, ഇതെന്തായിരുന്നു, അൽബേക്കേഴ്സോ അങ്ങനെ എന്തോ അവരുടെ ഓർഡർ ചെയ്തു. ആശീർവാദിൻ്റെയാണ് ഞാൻ നോക്കിയത്. പക്ഷേ ആശീർവാദിൻ്റെ 1 കിലോൻ്റെ കണ്ടുള്ളൂ. 1 കിലോൻ്റെ 2 പാക്കറ്റ് എടുക്കണേക്കാട്ടിലും നല്ലത് ഇതിൻ്റെ 2 കിലോൻ്റെ ഒരു പാക്കറ്റായിരുന്നു. പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്തത്. അപ്പോൾ പിന്നെ കുറച്ച് ചെറുപയറും കൂടെ ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ ഇവിടെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട്, കറി കൂടുതൽ വെക്കും. ചപ്പാത്തി ആണെങ്കിലും 2-3 ഒരാൾക്ക്, എനിക്ക് 2, ഏട്ടന് 3, അങ്ങനെയാണ് ഒരു കണക്ക്. അപ്പം കറി കൂടുതൽ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ ചെറുപയറാണല്ലോ, അധികം മസാലയൊന്നും ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിക്കണം. ഇതൊക്കെ എത്ര കാലം എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം കുറച്ച് നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പ്രകടനങ്ങളൊക്കെ. അപ്പം ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് ഓട്സ് കൂടിപ്പോയതുകൊണ്ട് പാലൊക്കെ കട്ടി പിടിച്ച് അതിലൊരു തരി പോലും വെള്ളം ഇല്ലാണ്ടിരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഓട്സ്, പാല് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ഓട്സും പാലും ഉണ്ട് അതിലോട്ട്. പിന്നെ മാങ്ങ, ഒരു 2 കഷ്ണം മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കുറച്ച് കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇടുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നും. മാങ്ങ ഇട്ടു. പിന്നെ ഒരു 6-7 ഈന്തപ്പഴം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 7-8 ബദാമിൻ്റെ ഇതും കൂടി ഇട്ടു. പിന്നെ കുറച്ച് എനിക്ക് മധുരം കുറവായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മുടെ തേനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തായാലും സംഭവം ടേസ്റ്റാണ് കേട്ടോ. ഓട്സൊന്നും ഏറ്റവും ആദ്യമായിട്ട് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ച് അങ്ങ് കുഴപ്പം ഇല്ല എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. എന്ന് കരുതി അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ നമ്മളുടെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറേ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുറഞ്ഞു പോയി, ഇന്ന് ഉണ്ടാക്കിയപ്പോൾ കൂടി പോവുകയും ചെയ്തു. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും. പിന്നെ നമ്മളിതേ കുറച്ച് സൺഫ്ലവർ സീഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. ഞാൻ ആദ്യമായിട്ട് കണ്ടത് നമ്മളുടെ ഈ കൊറിയൻ സീരീസിൻ്റെയും വീഡിയോസിൻ്റെ ഒക്കെ ഒരു കട്ട ഫാനാണെന്ന് പറയാം. എൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു ഇതെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കംപ്ലീറ്റ് കൊറിയൻ സീരീസും സാധനങ്ങളൊക്കെ കാണുക. അപ്പം അവരുടെ വീഡിയോസിൽ ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് കേട്ടോ. ഇതിന് അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സാധനം. അപ്പം സ്മൂത്തിയിൽ ഇങ്ങനെ ബദാം നമ്മൾ ഓൾറെഡി അരയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിതരാമെന്ന് വിചാരിച്ചു. ഈ ബദാം സാധനങ്ങളൊക്കെ ചിലപ്പോൾ എന്നും ഉണ്ടായിരിക്കണം എന്നല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നമ്മുടെ കീശ് കീറുമ്പോൾ നമ്മൾ ഈ ബദാമും ഈ സംഭവങ്ങളൊക്കെ തീർക്കും. പിന്നെ ഈ നമ്മുടെ സൺഫ്ലവർ സീഡിന് വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ അത്യാവശ്യമുണ്ട്. അതിനെനിക്ക് തോന്നുന്നു 1.5 ദിർഹംസ് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേലെ വിതറി കൊടുക്കുന്നുണ്ട്. അത് പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള സീഡാണ് ആ ഒരു സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ മാങ്ങയും കുറച്ച് ക്യൂബ്സായിട്ടൊക്കെ അരിയുന്നുണ്ട് അതിൻ്റെ മേലിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ട് എന്ന് പറയുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്ത് അലമ്പായിട്ടുണ്ടായിരുന്നു സാധനം. പക്ഷെ കാണാനൊരു ഗുമ്മില്ലാന്നേ ഉള്ളൂ. ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കത് കംപ്ലീറ്റ് തിന്നാൻ പറ്റിയില്ല. കാരണം നല്ല പോലെ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഈ ഒരു ബൗള് ഏട്ടൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ പകുതി കഴിച്ചപ്പോഴത്തേക്കും നിറഞ്ഞു. എൻ്റെ മുഖം ഇങ്ങനെ ചളിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് എനിക്ക് അത്ര പ്രിയമില്ലാത്തതുകൊണ്ടാണ്. ക്യാമറ ഓൺ ചെയ്തിരിക്കണതാ.
ക്യാമറ എന്തായാലും തലമുടിയിൽ പിടിച്ച് തിരിച്ചോളാം. ഏട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയി. അപ്പം ഞാൻ തുടയ്ക്കുന്ന സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അവർ വരും എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുറച്ച് സൊല്യൂഷൻസും കാര്യങ്ങളും കൂടെ. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അത് വന്നു കഴിഞ്ഞ് ഞാൻ ഇന്ന് റൂമൊക്കെ ഒന്ന് തുടയ്ക്കാൻ, വീട് ഒരു റൂമേ ഉള്ളൂ, അത് തുടയ്ക്കാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഓട്സേ കുറേ അങ്ങ് കൂടിപ്പോയി, വയറൊക്കെ അങ്ങോട്ട് നിറഞ്ഞിരിക്കുക. അത്ര കണ്ട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ട് കഴിക്കണമെന്നൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് അതെങ്കിലും ഒന്ന് എന്താ പറയുക, വണ്ണം കുറയുന്നെങ്കിൽ, ഒരുപാട് വണ്ണം എന്നല്ല, കുറച്ച് വയറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും ഞാൻ സ്മൂത്തി ഒന്നും കഴിക്കില്ല കേട്ടോ. എനിക്ക് നമ്മളുടെ നാടൻ ഭക്ഷണം തന്നെ എത്ര കണ്ട് ഇപ്പം എവിടെയൊക്കെ പോയാലും എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ എനിക്കിഷ്ടം. ഒരു നേരം എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ ആണ്. നമ്മുടെ നാടൻ ഭക്ഷണം എന്താ പറയുക, ദോശ, ചമ്മന്തി, പുട്ട്, കടല, ചോറ്, കറികൾ, അപ്പം അങ്ങനത്തെ അതെന്തെങ്കിലും ആവട്ടെ. അപ്പം കുറച്ച് നമ്മുടെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യാം. അല്ലറ ചില്ലറ പരിപാടികൾ എന്ന് പറയുന്ന സ്ഥിരവും ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ്. നമ്മൾക്ക് അടിക്കാനും പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. തൂക്കണ സാധനം ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്മാർ കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് മടിയായി, പിന്നെ ഞാൻ തുടയ്ക്കാൻ നിന്നില്ല. പിന്നെ ബക്കറ്റും കൂടെ മേടിക്കണം. ഞാനിപ്പോൾ മറ്റേ കോല് ആ ഒരു സാധനം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പം നാളെ പോയി മേടിച്ചിട്ട് അങ്ങോട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് അലക്കാനുണ്ട്. ഫസ്റ്റ് ഏട്ടൻ്റെ യൂണിഫോം സെപ്പറേറ്റ് അലക്കിയിട്ട് ചെയ്യാം. ഇതിൻ്റെ ഡിറ്റർജൻറ്റ് പൗഡറും തീരാനായി. ഞാനൊരു സൊല്യൂഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, 5 ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. അധികം വിലയൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വന്നിട്ടില്ലേ. ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളെല്ലാം, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് യൂണിഫോം ഒന്ന് അലക്കിയിട്ട് ബാക്കി കൂടെ അലക്കാം. എങ്ങാനും കൂട്ടത്തിലിട്ട് അലക്കിയിട്ടേക്കാം. എന്തെങ്കിലും കളർ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നാളെ അങ്ങനെയൊക്കെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഉണ്ടാക്കി. കുറച്ചും കൂടെ ഉള്ളൂ, സംഭവം തീർന്നു. അപ്പുറത്തോട്ടേൽ ഇങ്ങനെ എനിക്ക് നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ 3 ഓട്ടയില്ലേ, സത്യമായിട്ട് എനിക്ക് ആ 3 ഓട്ട എന്തിനാധികം അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഈ വലിയ ഓട്ട നമ്മുടെ അലക്കണ ഇതിടാൻ വേണ്ടിയിട്ട്, ഈ ഇപ്പുറത്തെ അങ്ങേയറ്റത്ത് നമ്മൾക്ക് ആ ഒരു എന്തെങ്കിലും ഫ്രാഗ്നൻറ്റ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് നടുവിലോട്ട് ശരിക്കും നമ്മളുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അതൊഴിച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ല, ഫ്രിഡ്ജല്ല, വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നടുവിലെ ഓട്ട. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ ഷെയിൻ ആപ്പില്ലേ, ഷെയിൻ അല്ലേ പ്രൊണൗൺസിയേഷൻ, അതിലിങ്ങനെ ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതിൽ ഇങ്ങനെ ഈ ഒരു സാധനം ഞാൻ കണ്ടു. അപ്പോൾ അവരതിൽ വിളിക്കുന്നത് ആ നടുവിലെ ഇതിലോട്ടേക്കാണ്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ 3 ഓട്ടകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രാത്രിയിലത്തേക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തിയും ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാത്രി. എന്ന് വെച്ചാൽ ഇവിടുത്തെ വെളുപ്പാവട്ടോ, ഏട്ടനിപ്പം നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം എപ്പോഴാണ്, ഒരു 4 മണിയാവാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഉച്ചക്കലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുക. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി മറ്റേ വെജിറ്റബിൾ ബിരിയാണീൻ്റെ ഇതിരിക്കുന്നുണ്ട്, മീൻ വറക്കാനിരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. തുടയ്ക്കുന്ന സാധനം വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തുടയ്ക്കണം. തുടയ്ക്കാത്തതുകൊണ്ട് അടുക്കളയൊക്കെ നല്ല അലമ്പായിട്ടാണ് കിടക്കണേ. എനിക്ക് അല്ലാണ്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ഇടയ്ക്ക് ഞാൻ തുടയ്ക്കാറുണ്ട്, പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ പറ്റൂല, പ്രായമായില്ല പിള്ളേന്നൊക്കെ. അപ്പോൾ ഇന്ന് വരുമായിരിക്കും, പക്ഷെ രാത്രിയെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും തുടയ്ക്കൂല, നാളെ തുടയ്ക്കുള്ളൂ. അപ്പോൾ എന്താ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അതിന് മുന്നേ നമ്മൾക്ക് ഇന്ന് കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും രാത്രി നമ്മൾ കിടക്കണേക്കാട്ടിലും മുന്നേ വെറുതെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കുറച്ച് ഡീപ് ക്ലീൻ ചെയ്ത പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവും
ഇതൊക്കെ കൂടെ ചെയ്തപ്പോൾ ഉള്ള സംഭവങ്ങൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ആ സെയിം സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വിനാഗിരി, ബേക്കിംഗ് സോഡ, ഉപ്പ്, ലെമൺ, ഈ സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമ്മളുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ചെയ്യാം. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം നേരത്തെ എപ്പോഴും പറയണ പോലെ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. എല്ലാവരും ഇപ്പം ഇങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഈ ബേക്കിംഗ് സോഡ, വിനീഗർ, ഈ 2 സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ്. എല്ലാവർക്കും പറയുന്നുണ്ടോ, പണ്ടൊന്നും അറിയില്ല. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം മിക്കതും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്കല്ലേ നമ്മൾ മുക്കി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ ആൾക്കാർ ബേക്കിംഗ് സോഡേൻ്റെ വെള്ളത്തിലൊക്കെ മുക്കി വെക്കുന്നുണ്ട് അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പം ഞാനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക, ബേക്കിംഗ് സോഡയൊക്കെ ഇങ്ങനെ വെതറിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം അടഞ്ഞൊക്കെ കിടക്കൂലേ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതിന്. വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ അവർ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സാധനം നമ്മളത് രാത്രി ഇതിലിട്ടിട്ട് പോയി കഴിയുമ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്ന് പറയാം. പക്ഷേ ഇപ്പം അത് സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ബേക്കിംഗ് സോഡ നമ്മൾ ഒരു ഇത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ പല 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 ആവശ്യങ്ങൾക്ക് അത് യൂസ് ആക്കാം. ആ ഒരു സാധനമാണെങ്കിൽ ഈ ഒരു പർപ്പസസിന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ. ബേക്കിംഗ് സോഡ നമുക്ക് ബേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ക്ലീനിങ് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഇതേ കണക്കും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ വിനാഗിരിയും കൂടെ ഞാനൊരു 2-3 അടപ്പോളം വിനാഗിരിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് ആ ഒരു നമ്മളുടെ ഓട്ടയില്ലേ അവിടേക്ക് അത്യാവശ്യം കുറച്ച് ഒഴിച്ച് വെക്കുക. പിന്നെ മറ്റുള്ളത് നമ്മളുടെ സിങ്കിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ ഓട്ടയിലോട്ടിലോട്ടൊക്കെ ഒഴിക്കുമ്പം ബ്ലോഗും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഈ ഒരു സാധനമില്ലേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒഴിക്കുമ്പം ഇത് അടിയിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ബ്ലോക്കും കാര്യങ്ങളും നമ്മൾക്ക് ചെറിയ രീതിയിൽ നമ്മളുടെ എന്തെങ്കിലും ഫുഡ് വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക അലിയിച്ച് കളഞ്ഞോളും. ഈ ഒരു ബേക്കിംഗ് സോഡയും വിനീഗറിൻ്റെ മിക്സർ നമ്മൾ ഇവിടേക്കായിട്ട് ഒഴിക്കും. അപ്പം ഇങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിടാം. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പൊക്കെ അത്യാവശ്യം അതിനുള്ളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു നാരങ്ങ എടുത്ത്, എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ നാരങ്ങയായിരുന്നു. അങ്ങനെ നാരങ്ങേൻ്റെ നീരും കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മറ്റേ കട്ടിംഗ് ബോർഡിൽ നമ്മൾ ഉരച്ചില്ലേ ആ സെയിം പോലെ തന്നെ ഉരച്ചു കൊടുത്ത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് നമ്മൾ ആ ഒരു വിനീഗറൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും മറ്റേ എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും. പിന്നെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ നാരങ്ങ നീര് വെച്ചിട്ട് ഉരയ്ക്കുമ്പം എന്തെങ്കിലും വൃത്തികെട്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോവും. ഏറ്റവും ഇത് ചെയ്യേണ്ട ഒരു ദിവസം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മീനൊക്കെ വാങ്ങുമ്പോൾ ഇല്ലേ നമ്മൾക്ക് വെളിയിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്യാനും കഴുകാനൊന്നും പറ്റില്ല. നമ്മളത് ഈ ഒരു സിങ്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കലാപരിപാടികളും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ചാളമീൻ അത് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചാളമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സിങ്കിലൊക്കെ നല്ല മണം ഉണ്ടാവും. അപ്പം ആ മീനും ഇറച്ചിയൊക്കെ നമ്മൾ വെക്കുന്ന ദിവസം അതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു സംഭവം വിനാഗിരിയും ബേക്കിംഗ് സോഡയും ആ ഒരു സ്റ്റെപ്പ് എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല, ആഴ്ചയിലൊരിക്കൽ ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ മീനൊക്കെ നമ്മൾ കഴുകുന്ന ദിവസങ്ങൾ ഈ ഒരു സംഭവം ഉപ്പൊന്ന് വിതറിയിട്ട് നാരങ്ങ നീര് വെച്ച് നന്നായിട്ട് ഉരച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീനിൻ്റെ ഉളുമ്പ് നാറ്റം അതെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ എല്ലാവരുമൊക്കെ ചെയ്യുന്നവരായിരിക്കും, പക്ഷേ പുതിയതായിട്ട് ഇപ്പം ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീനിൻ്റെ മണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പറായിരിക്കും. വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോയിക്കോളും. അപ്പോൾ അത് എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി കുട്ടപ്പിയായി. ഞാൻ പറയാറില്ല ഇവിടെ പാറ്റകൾ കുറവാണെന്നുള്ളത്.
അതിന് പാറ്റകൾ കുറവാണെന്നല്ല, പാറ്റകൾ ഇല്ല, സാധാരണ വരാറുണ്ട്. അപ്പം പാറ്റേനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ ചെയ്യുക, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബേ ലീവ്സ് ഇല്ലേ, ബേ ലീവ്സ്, ചെറിയ ബേ ലീവ്സ് ആണെങ്കിൽ ഒരു 4 ബേ ലീവ്സ്, വലുതാണെങ്കിൽ 3ഓ 2ഓ, ഈ ബേ ലീവ്സ് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട്, ഒരു ഗ്ലാസ് എന്നുള്ളത് പകുതി ഗ്ലാസ് ആക്കുക. അപ്പം അതിൻ്റെ എല്ലാ എസൻസും അതിലേക്ക് അങ്ങ് വരുമല്ലോ. അത് നമ്മളിങ്ങനെയൊക്കെ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്റ്റവിൻ്റെ മൂലകളിലേക്ക് ഇല്ലേ, അവിടെ ഇങ്ങനെയൊക്കെ തളിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങണേക്കാട്ടിലും മുൻപ് നമ്മുടെ കിച്ചണിലാണല്ലോ ഈ സംഭവം കൂടുതൽ വരും. ഇവിടേക്ക് ആകുമ്പോൾ സ്റ്റവിൽ ഇവിടേക്ക് ആയിരിക്കും. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റകൾ വരില്ല. ഇത് പിൻട്രസ്റ്റിലാണ്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാക്സും കാര്യങ്ങളൊക്കെ നോക്കണതെല്ലാം പിൻട്രസ്റ്റിലാണ്. അപ്പം എല്ലാം ഈ ടിപ്സൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഇതും എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പം പാറ്റ വരാത്തതിൻ്റെ കാരണം പറയുന്നത് ആ ബേ ലീവ്സ് ഇങ്ങനെ അതിന് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണെന്താ പറയുക, ആ സ്മെല്ല് ഈ ഇതുങ്ങൾക്ക് പറ്റില്ലയാണ്. അപ്പം അതുകൊണ്ട് വരില്ല. എനിക്ക് എന്താ പറയുക, ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പാറ്റകൾ ശല്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയ്ക്കുള്ളൂ. പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങിയപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബിരിയാണീൻ്റെ അരി ഇരിക്കുന്നുണ്ട്, ചാളമീൻ വറുക്കാനും ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒരു മീൻ വറുക്കാനും വെച്ചു. നമ്മളുടെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായി ആ ഒരു ബിരിയാണീൻ്റെ അരി വെച്ചിട്ട് അത് ഇന്നോടുകൂടെ ഞാൻ തീർത്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ട്രിപ്പ് അലക്കി അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, മീൻ വറുത്തത്, നമ്മുടെ ആ റൈസ്, പിന്നെ പപ്പേൻ്റെ ലൂബിക്കേൻ്റെ അച്ചാർ സൂപ്പറാണ്. ഞാൻ ഉപ്പിലിട്ടത് അവിടെ ഉണ്ട്, അത് തീരാനായി ഇച്ചിരിയും കൂടെ ഉള്ളൂ. ഞാൻ ചോറുണ്ടാകുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ചിലപ്പോൾ അതെടുത്താൽ കഴിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളുടെ മറ്റേ ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെയും പാറ്റേനെ തുരത്താനും ഉള്ളതൊക്കെ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നാട്ടിലെ പാറ്റേൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ശരിക്കും വ്യത്യാസമില്ലേ. ഇവിടുത്തെ പാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞി പാറ്റകളാണ്, നാട്ടിലെ പാറ്റകൾ വലുതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ പാറ്റകളൊക്കെ സെയിം ആണല്ലോ അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ട് അഹങ്കരിക്കണമെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പം ഇവിടെ എനിക്കങ്ങനെ തളിച്ചിട്ടൊക്കെ പാറ്റകളൊക്കെ അങ്ങനെ വരാണ്ടൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അത് മാത്രം ഇതാക്കിയാൽ പോരാട്ടോ, നമ്മൾ ക്ലീൻ ചെയ്യുക. പിന്നെ പാത്രങ്ങളൊക്കെ രാത്രി നമ്മളിങ്ങനെ കഴുകാതെ ഇട്ടിട്ടൊക്കെ ചിലപ്പം കുറേ ആൾക്കാർ അവർക്ക് തിരക്കൊണ്ടൊക്കെ ആയിരിക്കും തലേന്ന് കഴിച്ച പാത്രങ്ങളൊക്കെ സിങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകാനൊക്കെ വിചാരിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവം തളിച്ചത് കൊണ്ട് യൂസ്ഫുൾ ഉപകാരം ഉണ്ടാവണം എന്നില്ല. കാരണം പാറ്റകൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ജസ്റ്റ് നമ്മളൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് കരുതി ഞാൻ എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. എന്നെ പേഴ്സണലി ഞാൻ അറിയുന്ന എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ അങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇപ്പം അങ്ങനെ എന്താ പറയുക, കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.